ചേട്ടാ, അപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കണ്ണൂര് അങ്ങനെ സമാപിക്കുകയാണ്. ഏതാണ്ട് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു. ഇപ്പൊ കണ്ണൂരാണ്. കണ്ണൂർ നടക്കുവാണ്. നാളത്തെ കൊണ്ടല്ലേ തീരാ? ഇല്ല, ഒരു ദിവസം കൂടെ, 3 ദിവസം ഉണ്ടല്ലോ. 3 ദിവസം ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, നാളെ മറ്റന്നാളും കൂടി ഉണ്ട്. അപ്പോൾ പല സമ്മേളനങ്ങളിലും പല പല കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നെങ്കിലും ഇവിടെ കണ്ണൂരെത്തുമ്പോൾ നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം, പി ദിവ്യനെ വടകരയിൽ വെച്ച് തള്ളിപ്പറഞ്ഞ ആൾക്കാരെ കണ്ണൂർ അങ്ങ് ചെല്ലുമ്പോൾ ചിലപ്പോൾ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ഇവിടെ തള്ളിയ ആളെ അവിടെ കൊള്ളും എന്ന് കേൾക്കുന്നുണ്ട്. പി ദിവ്യക്കായിരിക്കുമോ അങ്ങനെ? ഈ ഒരു സമ്മേളനം കഴിയുമ്പോൾ ആർക്കൊക്കെ ആയിരിക്കും ലോട്ടറി അടിക്കുന്നതെന്നാണ് ചേട്ടൻ വിചാരിക്കണേ? അല്ല, പി ദിവ്യ ഇന്നും കണ്ണൂര് പൊളിറ്റിക്സില് പി ദിവ്യ ഭയങ്കര ഭാവികളുടെ നേതാവെന്നാണ് അവരുടെ ഒരു നിഗമനം. പിണറായിയാണ്. പിണറായിയെക്കാളും കണ്ണൂര് ഹോൾഡ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞാൽ ശൈലജനെ ഒതുക്കിയ പോലെ ഒതുക്കും ചേട്ടൻ. ഈ പാവത്തിന് പണി വെക്കരുത്. അല്ല, അങ്ങനെ കേൾക്കുന്നത് സാരി ഉടുത്ത പിണറായി എന്ന് പറയുമ്പോൾ എല്ലാ ബന്ധങ്ങളും, പിണറായിക്കൊക്കെ ഉള്ള എല്ലാ ബന്ധങ്ങളും അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. കാര്യം എല്ലാ ബന്ധങ്ങളും, എല്ലാ മാഫിയ ബന്ധങ്ങളും തന്നെ പച്ചയ്ക്ക് പിന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മളറിയുന്നത് ചിലപ്പോൾ നമ്മളെല്ലാം മാധ്യമങ്ങളെ എല്ലാം സർപ്രൈസ് ആക്കിക്കൊണ്ട് പി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ചിലപ്പോൾ തിരിച്ചെടുത്തേക്കും. ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നല്ലോ. അല്ല, അവരിപ്പോ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ്. ലോക്കലിൽ നിന്ന് താഴെ ബ്രാഞ്ചിലാണ്. അവിടെ പിന്നെ കോഴിക്കോട് സമ്മേളനത്തിലെ പ്രതിനിധികൾ പറഞ്ഞത്, മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് എന്തിന് പാർട്ടി അവർക്കെതിരെ നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അവർ എന്തിന് ഇങ്ങനെ ആസ്ഥാനത്ത് ഈ ഒരു കാര്യം പറഞ്ഞു, അത് തെറ്റ് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇത്രയും നാള് നവീൻ ബാബു വിഷയത്തിൽ പാർട്ടിക്കകത്ത് ഒരു മറുപടിയും പറയായിരുന്ന പിണറായി പറഞ്ഞപ്പോൾ ചിലർ വിചാരിച്ചു, മുഖ്യമന്ത്രി ദിവ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ വെറുതെയാണ്. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ഇപ്പം നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകും, പി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല, ഗോവിന്ദനല്ല, കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ പറഞ്ഞു. എം വി ജയരാജൻ എന്താ പറഞ്ഞത്? എം വി ജയരാജൻ പറഞ്ഞു, പിന്നെ നുണപരിശോധനയ്ക്ക് പ്രശാന്തനെ വിധേയനാക്കണം. പ്രശാന്തനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെങ്കിൽ കേരളത്തിലെ പോലീസാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. കേരളത്തിലെ പോലീസ് പ്രശാന്തനെ നുണപരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ആ റിപ്പോർട്ട്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഡോക്ടർ തയ്യാറാക്കിയ പോലെ ആയാൽ എന്ത് ചെയ്യും? ഇവിടെ ആരോടാ ഇത് പറയുന്നത്? അവർ തന്നെ ചെയ്യുന്നു. ആരോടോ നമ്മൾ പറയുമല്ലോ, അവർ തന്നെ എല്ലാം ചെയ്ത് അവർ തന്നെ കൊടുക്കുമ്പോൾ, ഇപ്പോൾ പിന്നെ കൊലപാതകത്തിന് ആത്മഹത്യയാക്കുന്ന ഡോക്ടർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉള്ളതുപോലെ ഈ നാർക്കോ ടെസ്റ്റ് എന്നല്ലേ പറയുന്നത്, നുണപരിശോധനയ്ക്ക്. അതെ, അപ്പൊ ഈ നുണപരിശോധനയ്ക്ക് പ്രശാന്തനെ വിധേയനാക്കുമ്പോൾ അത് കോടതി ഇടപെട്ട്, കോടതി നിരീക്ഷണത്തിൽ ഒരാള്, അങ്ങനെ കൂടെ കോടതിയും കൂടെ നിരീക്ഷണത്തിലായി. എനിക്ക് മനസ്സിലായിടത്തോളം നാർക്കോ അനാലിസിസ് ടെസ്റ്റിനെ നമുക്ക് അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അതിൽ പോലീസ് തയ്യാറാക്കുന്ന കറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു, അതിന്റെ ആൻസർ എടുക്കുന്നു. ഇതിനെ വഴി തെറ്റിക്കാൻ രീതിയിലുള്ള ചോദ്യങ്ങളും വേണമെങ്കിൽ തയ്യാറാക്കാം. അത് മാത്രം ചോദിച്ചാൽ മതിയല്ലോ. ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ പോരെ? അതെ, അതിലും അതങ്ങായല്ലോ. അല്ലാണ്ട് ഫുൾ അങ്ങോട്ട് ഇരുന്നൊരു കഥ പറ, ആ കഥയിൽ എവിടെയൊക്കെ തെറ്റുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ നല്ലല്ലോ. ആ ചോദ്യങ്ങളിൽ ഇവിടുത്തെ പോലീസ് ഉണ്ടാവില്ല. അപ്പൊ അത് ആരെ പറ്റിക്കാനാണ് ആ സ്റ്റേറ്റ്മെന്റ് എം വി ജയരാജൻ പറഞ്ഞത്? ആരെ പറ്റിക്കാനാണ്? അപ്പോൾ ഈ പറയുന്ന പോലെ നവീൻ ബാബുവിൻ്റെ കേസിൽ അവരുടെ കുടുംബം ഡിവിഷണൽ ബെഞ്ചിലേക്ക് അപ്പീലിന് പോയിരിക്കുന്നു. സിംഗിൾ ബെഞ്ചിൽ ഇങ്ങനെ വിധി വന്ന സ്ഥിതിക്ക് ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞാണ് കുടുംബം പോയിരിക്കുന്നത്. 6-ാം തീയതിയാണ് കേസ് വീണ്ടും എടുക്കാൻ പോകുന്നത്. ഇന്നലെ അത് മാറ്റിവെച്ചു. അപ്പോൾ 6-ാം തീയതി വീണ്ടും എടുക്കുമ്പോൾ നാർക്കോ ടെസ്റ്റ്, ഇപ്പം കൗസറടപ്പകത്ത് എന്ന ജഡ്ജി കഴിഞ്ഞ തവണ പറഞ്ഞത് അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. SIT അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പ്രോസിക്യൂഷന് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഇങ്ങനെ ഇത്രയും പേരെ പരാതി പറഞ്ഞതിൽ പ്രശാന്തനെ നാർക്കോയ്ക്ക് വിധേയമാക്കാൻ പിന്നെയും നീളം. അപ്പോൾ ആ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള മറ്റൊരു ഘടകം. അപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് വരുമ്പോൾ ഇതെല്ലാം ചർച്ചയാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവിടെ ചർച്ചയിൽ വരുന്നത് നമ്മൾ കരുതുന്ന പോലെ പി ദിവ്യ എന്നേക്കുമായി ബ്രാഞ്ചിലേക്ക് മാറ്റപ്പെട്ടോ എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതിനെല്ലാം മറികടന്ന് ഗോവിന്ദൻ പറഞ്ഞല്ലോ, നമ്മുടെ കേഡർ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തിരുത്തി കൂടെ നിർത്തണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേഡർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിരവധി കേഡറുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവരെല്ലാം അവർ കൂടെ നിർത്തിയിട്ടുണ്ടോ? അല്ല, എല്ലാത്തിനും തള്ളുന്നുണ്ടോ?
അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് CPM തെറ്റ് ചെയ്തവന്മാരൊക്കെ തലപ്പത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ല ഞാൻ ചോദിക്കട്ടെ, എം ബി ആറിനെ അവർ എന്തുമാത്രം കുറിച്ചിട്ടുണ്ട്? MBR എന്ന നേതാവിനെ എക്സെപ്ഷണൽ കേസസ് ആണ് അതൊക്കെ. ഐശ്വര്യ തന്നെ പോയി എടുത്ത അവിടുത്തെ ഒരു അഭിമുഖം, അത് ആരെയായിരുന്നു അഭിമുഖം എടുത്ത? പിണറായിയുടെ കൂടെ നടന്ന ഒരാൾ, നമ്മുടെ വെണ്ടുട്ടായി ബാബുവിനെ എന്തിനാണ് ഇവർ ആക്രമിച്ചത്? അദ്ദേഹം CMB-യിലേക്ക് പോയി എന്നുള്ള കാരണം കൊണ്ടല്ലേ? CMB-യിലേക്ക് പോയി എന്നുള്ളത് മാത്രമായിരുന്നില്ല, അദ്ദേഹം അവര് തമ്മിൽ ഉടക്കി കഴിഞ്ഞപ്പോ അത്രയും നാളത്തെ അതെ CMB ആഭിമുഖ്യം വന്നു. അതെ, നമ്മുടെ പാണ്ഡ്യാല ഷാജി ചേട്ടൻ എന്താ ചെയ്തത്? CMB ആഭിമുഖ്യം വന്നതിലല്ലേ അദ്ദേഹത്തിനെ വെട്ടി ഇതായി കളഞ്ഞത്. അപ്പൊ ഇതില് ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ജില്ലാ സമ്മേളനത്തിൽ കേരള സമൂഹം കരുതുന്ന പോലെ PP ദീപിയെ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ, നവീൻ ബാബു വിഷയത്തിൽ കോഴിക്കോട് പറഞ്ഞെങ്കിൽ അതിന് അനുബന്ധമായ ഒരു ചർച്ച വരുമോ എന്നുള്ള കാര്യവും എനിക്ക് സംശയമുണ്ട്. കാര്യം മുഖ്യമന്ത്രി അവിടെ വെച്ച് അതിനൊരു തടയിട്ടോ എന്നൊരു സംശയം. ഉറപ്പായിട്ടും ഇരകൾക്കൊപ്പം എന്ന് പറയാനും വേട്ടക്കാർക്കൊപ്പം പായാനും കഴിവുള്ള CPM-ന്റെ നമ്മുടെ ഇതുപോലെയുള്ള സഖാക്കൾക്ക് ഇവിടെ വെച്ച് തള്ളാനും അവിടെ വെച്ച് കൊള്ളാനും അധികം സമയമൊന്നും വേണ്ട. ഏതായാലും PP ദീപിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തേക്കും എന്നൊക്കെയാണ് കണ്ണൂരിൽ നിന്നുള്ള ചില സഖാക്കളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്, നമ്മളോട് പറയുന്നത്. അങ്ങനെ വരെ ഒരു അതിശയം സമൂഹത്തിനുണ്ടാകുന്ന കാര്യം, നമ്മളെല്ലാം മക്കാരാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാർട്ടിയിൽ കൂടുതലും നടക്കുന്നത്. നിങ്ങളെയൊക്കെ മക്കാരാക്കും, ഞങ്ങൾ ആരെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് എന്നാണ് ഈ പാർട്ടിക്ക് പൊതുവെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് കാണുന്നത്. അതായത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടിയുടെ തലപ്പത്ത് വന്നത് മുതൽ ഈ സമയം വരെ. ഇനി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്, അടുത്ത വരാൻ പോകുന്ന ശരിക്കും സംസാരിക്കാം. അതായത് അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് എന്നെ തന്നെ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണം എന്നതിന് വേണ്ടിയാണ് ആലപ്പുഴ മുതൽ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, ഇങ്ങനെ ഈ ഇത്രയും സ്ഥലങ്ങളിൽ വന്ന് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അവിടെ ഒന്നും ഗോവിന്ദന് ഒരു വിലയുമില്ല. പിന്നെ കണ്ണൂർ പൊളിറ്റിക്സിൽ അത്യാവശ്യം EP ഗോവിന്ദൻ തല്ല് നടക്കാൻ സാധ്യതയുണ്ട്. EP-യും ഗോവിന്ദനും രണ്ട് രീതിയിലാണ്. കാര്യം ഗോവിന്ദൻ എത്രയോ ജൂനിയറാണ് ഇവരൊക്കെ, EP-ക്കാളും ഒക്കെ. അദ്ദേഹത്തിന് സെക്രട്ടറി ആക്കിയാൽ EP-ക്ക് ഭയങ്കരമായിട്ടും കോടിയേരി കഴിഞ്ഞപ്പോൾ EP-ക്ക് എന്നുള്ളത് പലരും നമ്മൾ ചിന്തിച്ച ഒരു കാര്യം തന്നെയാണ്. EP പോലൊരു നേതാവിന് മനസ്സുകൊണ്ട് സെക്രട്ടറി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണെന്ന് കരുതുന്ന ഒരു പാർട്ടി പ്രവർത്തകനുമില്ല. കാര്യം EP പാർട്ടിക്ക് വേണ്ടി വെടിവരെ കൊണ്ട് പിന്നെ സുധാകരനൊപ്പം വെടിയുണ്ടയായിട്ട് ജീവിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ സുധാകരൻ എന്ന് പറയുന്ന ആ ഒരു ആളുമായിട്ട് ഇന്നും അവർ മല്ലന്മാരെ പോലെയാണ് നേരിടുന്നത്. അവരൊരു മല്ലന്മാരെ മൈൻഡാണ് രണ്ടുപേർക്കും. അപ്പോൾ ഏതായാലും പിന്നെ ഈ ഐശ്വര്യ തന്നെ ചർച്ച അവസാനിപ്പിക്കും. എന്തായാലും നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ അറിയാലോ. നമ്മള് അല്ല 3 ദിവസം വേണ്ട, നമുക്ക് 2 ദിവസം സമ്മേളനം, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇതല്ല ഇതിനപ്പുറവും ഈ പാർട്ടിയിൽ നടക്കും എന്നുള്ളത് നമുക്ക് ഈ ഏകദേശ കാലം കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തറിയാം അതാണ് CPM എന്നാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്കൊന്നും അറിയില്ല CPM-നെ കുറിച്ച് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു അടിവരയിട്ട് തന്നെ പറയുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ PP ദീപിക്ക് പാർട്ടി ഒരു പ്രൊമോഷൻ കൊടുക്കും ബ്രാഞ്ച് അംഗത്തിൽ നിന്ന്. അതായത് ഈ നവീൻ ബാബു ഭരണത്തിൽ നമ്മളെല്ലാം വിചാരിച്ചു പാർട്ടി ഒരു ഭയങ്കര നടപടി എടുത്തുവെന്ന്. അവരുടെ പാർട്ടിയിൽ PP ദീപ കണ്ണൂർ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊരു മാറ്റം ഉണ്ടാകും. വെറും ഒരു ബ്രാഞ്ച് അംഗമായ അവർക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ കമ്മിറ്റി അംഗമാകും എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവാണ്.